നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അയോധ്യയിൽ നിലപാടില്ലാതെ കോൺഗ്രസ്. നേതാക്കൾക്കുള്ള ക്ഷണം വ്യക്തിപരമെന്ന് കെ.സി. വേണുഗോപാൽ. നിലപാടെടുക്കാൻ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം. ബി.ജെ.പി മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ്. വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്താൻ നീക്കമെന്ന് CPM. ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ 4 മണിക്ക്. ഗണേഷിന് സിനിമാ വകുപ്പില്ല. KSRTCയിലെ വരുമാന ചോർച്ച ഇല്ലാതാക്കുമെന്ന് ഗണേഷ് കുമാർ. സത്യസന്ധതയും നീതിയും പുലർത്തുമെന്ന് കടന്നപ്പള്ളി. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന് കുറ്റപത്രം. നടന്നത് ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള അതിക്രമം. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് നിലപാട് തേടി ഹൈക്കോടതി. ആറളം ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടെന്ന പോസ്റ്റർ. വയനാട് തിരുനെല്ലിയിൽ പോസ്റ്റർ പതിച്ചത് മാവോയിസ്റ്റുകൾ. കവിതയുടെ മരണം ചികിത്സയിലിരിക്കെ. കുർബാന ഏകീകരണത്തിൽ തർക്കം തുടരുന്നു. പ്രതിഷേധവുമായി വിശ്വാസികൾ. കുർബാന തടസ്സപ്പെടുത്തുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യം. വത്തിക്കാൻ ഇടപെടൽ ഉടൻ. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി. അടിയന്തര യോഗം വിളിച്ചു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കും. ക്യാപ്റ്റന് വിട നൽകാൻ തമിഴകം. സംസ്കാരം വൈകിട്ട് DMDK ആസ്ഥാനത്ത്. അന്ത്യാഞ്ജലി അർപ്പിച്ച് 10,000. വാർത്തയിലേക്ക് വിശദമായി. അയോധ്യ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ വീണ്ടും കോൺഗ്രസ്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചത് വ്യക്തിപരമായ ക്ഷണം മാത്രമാണെന്നും നിലപാട് ഇന്ന് പറയണം നാളെ പറയണമെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്നും AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ മതേതര നിലപാട് ഓർമ്മിപ്പിച്ച മുസ്ലിം ലീഗ് ചടങ്ങിൽ പങ്കെടുക്കണമോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പ്രതികരിച്ചു. വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനെ ശക്തമായി എതിർക്കുന്നുവെന്നായിരുന്നു CPMന്റെ പ്രതികരണം. TG സജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. അയോധ്യ വിഷയത്തിൽ അസാധാരണ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് വ്യക്തിപരമായ ക്ഷണം മാത്രമാണെന്നും ഇക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമുണ്ടാകില്ലെന്നുമാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസിന് വ്യക്തവും സുചിന്തിതവുമായ നിലപാടുകളെല്ലാം ഞങ്ങൾ ആ നിലപാടുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലൊരു സംശയവും വേണ്ട. ഞങ്ങളുടെ നിലപാട് പറയണം, ഇന്ന് പറയണം, നാളെ രാവിലെ പറയണം എന്ന് ആരെങ്കിലും പറയുന്ന പാർട്ടിയല്ല, അങ്ങനെ പറയത്തുമില്ല. ഇതിനിടെ അയോധ്യ വിഷയത്തിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം പാണക്കാട് ചേർന്നു. വിഷയങ്ങൾ വിശദമായി ലീഗ് നേതൃത്വം വിലയിരുത്തി. കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച മതേതര നിലപാട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം, ആരാധനാ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും അറിയണം. അതാണ് ഇന്നെടുത്ത തീരുമാനം. പ്രതിപക്ഷ കക്ഷിയിലെ നേതാക്കളെ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചതിലൂടെ BJP വ്യക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളുടെ വിലയിരുത്തൽ. സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നു. BJPയുടെ കെണിയിൽ വീണു പോകരുതെന്നാണ് മുന്നറിയിപ്പ്. People's religious sentiments for their political objectives. That is what they want to maximize the impact. That's what they are doing all this with that aim, to try and gain in the parliament elections because of this. But I am sure anybody who is actually religious will also realize that their religious faith, this thing is being exploited for a political gain. ദേശീയ തലത്തിലുള്ള സാഹചര്യമാണ് നിലപാടെടുക്കാൻ കോൺഗ്രസിന് മുന്നിൽ പ്രതിസന്ധിയാവുന്നതെങ്കിലും കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു സാഹചര്യമുണ്ട്.
കേരളത്തിലെ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്നു. CPM അടക്കമുള്ള കക്ഷികൾ ഇതിനെ രാഷ്ട്രീയ സാധ്യതയായി മാറ്റുകയും ചെയ്യുന്നു. പ്രതിസന്ധിയിൽ ഉത്തരം തേടേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. TG സജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതായി LDF കൺവീനർ EP ജയരാജൻ. അത് തിരിച്ചറിയാൻ മതേതര പാർട്ടികൾക്ക് കഴിയണം. ബാബറി പള്ളി തകർത്തത് കോൺഗ്രസിന്റെ കാലത്താണെന്നും EP ജയരാജൻ പറഞ്ഞു. അയോധ്യ പ്രശ്നം, അയോധ്യയിലെ ബാബറി പള്ളി തകർത്തത് ഇന്ത്യ രാജ്യത്ത് വർഗീയ വിദ്വേഷമുണ്ടാക്കി, വർഗീയ സംഘർഷമുണ്ടാക്കി, മതപരമായ ചേരിതിരിവുണ്ടാക്കി, വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ BJP നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സമരമാണ്. അതിൽ ആ കാലഘട്ടത്തിൽ കോൺഗ്രസിലെ പല നേതാക്കളും അതുപോലെ തന്നെ അവരുടെ പല അനുഭാവികളും അതിനകത്തകപ്പെട്ടുപോയി. ഇപ്പോൾ ആ സ്ഥാനത്ത് ക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ നേട്ടമാണ് ഇപ്പോൾ BJP കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ. മതനിരപേക്ഷ രാഷ്ട്രമെന്ന് പറയുമ്പോൾ മതത്തിൻ്റെ വഴിക്ക്, വിശ്വാസത്തിൻ്റെ വഴിക്ക്, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക്. രാഷ്ട്രീയം മതത്തിലോ മതം രാഷ്ട്രീയത്തിലോ ഇടപെടാൻ പാടില്ല. ഒരാളുടെ വിശ്വാസത്തിലും രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല. അതാണ് മതനിരപേക്ഷതയുടെ മൂല്യം. എന്നാൽ ഇവിടെ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്ത്, ദുരുപയോഗം ചെയ്ത്, രാഷ്ട്രീയമായി കൂട്ടിക്കുഴച്ച് വർഗീയത, വിദ്വേഷം സൃഷ്ടിച്ചെടുത്ത് അതിൽ നിന്ന് നേട്ടം കൊയ്യാനാണ് BJP ശ്രമിക്കുന്നത്. KP ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 3ാം തവണയാണ് രണ്ടുപേരും മന്ത്രിമാരാകുന്നത്. സിനിമാ വകുപ്പ് നൽകില്ലെന്ന് ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പാണ് ഗണേഷിന് നൽകുക. തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളി 2ാം പിണറായി മന്ത്രിസഭയിലും എത്തും. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? എന്താണ് വിവരങ്ങൾ? രേണുക, സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. രാജ്ഭവനിൽ വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൻ്റെ പാർക്കിംഗ് ഏരിയ തയ്യാറാക്കിയ പ്രത്യേക പന്തലിലാണ് ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരം KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പിണറായി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. 2 പേർക്കും ഇത് 3ാം ഊഴമാണ്. 2001 ആന്റണി മന്ത്രിസഭയിലും പിന്നീട് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും KB ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നു. ആദ്യം ഗതാഗത വകുപ്പും പിന്നീട് സിനിമ വനം വകുപ്പ് മന്ത്രിയുമായിരുന്നു KB ഗണേഷ് കുമാർ. 2 മന്ത്രിസഭകളിലും അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പിണറായി മന്ത്രിസഭയിലും 2.5 വർഷത്തിന് ശേഷമാണ് KB ഗണേഷ് കുമാർ വരുന്നത്. ഗതാഗത വകുപ്പ് 2001 കൈകാര്യം ചെയ്ത ഗതാഗത വകുപ്പ് തന്നെയാകും KB ഗണേഷ് കുമാറിന് നൽകുക. KB ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് ആവശ്യപ്പെടുന്നു, പക്ഷേ നൽകാനാകില്ലെന്ന് മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനെ അറിയിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPM മന്ത്രിയായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ്റെ വകുപ്പ് വിട്ടുകൊടുക്കേണ്ടെന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത വകുപ്പ് തന്നെയാകും, KSRTC ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പ് തന്നെയാകും KB ഗണേഷ് കുമാർ ലഭിക്കുക. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ഇത് 3ാം ഊഴമാണ്. അദ്ദേഹം 2006 VS സർക്കാരിൽ മന്ത്രിയായിരുന്നു. ദേവസ്വം ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. 2016 പിണറായി മന്ത്രിസഭയിൽ ഇതേ വകുപ്പ്, അതായത് ഇപ്പോൾ അദ്ദേഹം ലഭിക്കാൻ പോകുന്ന തുറമുഖം പുരാവസ്തു വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഇപ്പോൾ 2.5 വർഷത്തിന് ശേഷം അദ്ദേഹം 3ാം തവണ പിണറായി മന്ത്രിസഭയിൽ രണ്ടാമതും അദ്ദേഹം 2ാം മന്ത്രിസഭയിലും മന്ത്രിയായി എത്തുന്നു. 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഒരുക്കങ്ങൾ രാജ്ഭവനിൽ പൂർത്തിയായി കഴിഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കക്ഷി നേതാക്കളും പങ്കെടുക്കും. വലിയൊരു രാഷ്ട്രീയ കൗതുകം എന്ന് നമുക്കവിടെ കാണാനാകുന്നത്, വലിയ പോരിന് ശേഷം ഗവർണറിൽ വിശ്വാസമില്ല എന്ന തരത്തിൽ മുഖ്യമന്ത്രിയും സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നു, അതുകൊണ്ട് തന്നെ ഭരണത്തിൽ പോലും വിശ്വാസമില്ല തരത്തിൽ ഗവർണറും നിലപാടെടുത്ത ശേഷമാണ് 2 നേതാക്കളും പരസ്പരം നേരിട്ട് കാണുന്നത്. ആദ്യമായാണ് കാണുന്നത്. അവർ സ്വാഭാവികമായും അഭിവാദ്യം ചെയ്യും, ഹസ്തദാനം നൽകും. മഞ്ഞുരുകലിന് വേദിയാകുമോ എന്ന കാര്യമൊക്കെ പലരും സംശയം ഉന്നയിക്കുന്നു. പക്ഷേ അത്തരത്തിലൊഴുകാൻ കഴിയാത്തത്ര ദൃഢമാണ് ഇരു വിഭാഗവും തമ്മിലുള്ള, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര്, തർക്കം. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ രാഷ്ട്രീയ കൂടിക്കാഴ്ചയായി കൂടിയത് മാറും. ഇതിനുശേഷം മുഖ്യമന്ത്രിക്കും പുതിയ മന്ത്രിമാർക്കും മറ്റു മന്ത്രിമാർക്കുമായി ഗവർണർ ചായ സത്കാരവും നടത്തും. അതിലും എല്ലാവരും പങ്കെടുക്കും. തീർച്ചയായും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ചടങ്ങിനുണ്ട്. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും സർക്കാരും ഒക്കെ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുടെ ഒരു പശ്ചാത്തലം ഇന്നത്തെ ചടങ്ങിന് ഉണ്ട്. അരുൺ, ഇവിടെ ഇപ്പോൾ ഇന്നലെ ഗവർണർ തലസ്ഥാനത്ത് എത്തി രാജ്ഭവനിലേക്ക് എത്തുന്നതിനിടയിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അവർ കരിങ്കൊടി കാണിച്ചിരുന്നു. ഇന്ന് ഗവർണർ പുറത്തേക്ക് വന്ന് ഇന്ന് ഗവർണർക്ക്
സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അവിടെ രാജ്ഭവനിൽ തന്നെയാണ് ചടങ്ങുകൾ. എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അത്തരം എന്തെങ്കിലും കാര്യങ്ങളോ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗവർണർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഔറംഗാബാദിൽ നിന്ന് ഇന്നലെ തിരുവനന്തപുരത്തെത്തിയത്. നാളെ അദ്ദേഹം മുംബൈയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. ഇന്നലെ അദ്ദേഹത്തിനെതിരെ SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, കരിങ്കൊടി പ്രകടനമുണ്ടായിരുന്നു. ഇന്ന് അത്തരം പ്രതിഷേധങ്ങൾ സാധ്യതയില്ല. കാരണം രാജ്ഭവനുള്ളിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കേണ്ടത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിൽ ഏർപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത്തരമൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അങ്ങനൊരു സാഹസത്തിന് SFI മുതിരില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല. നാളെ ഗവർണർ തിരിച്ചു പോകുമ്പോഴാകാം ഒരുപക്ഷെ വീണ്ടും പ്രതിഷേധമുണ്ടാവുക. ഗവർണർക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇടതുമുന്നണി, അതിൻ്റെ വിദ്യാസംഘടനയായ CPMന്റെ വിദ്യാസംഘടനയായ SFI. ശരി, ഞാൻ അരുണിലേക്ക് തന്നെ തിരിച്ചെത്താം. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. തന്റെ വകുപ്പിൽ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇടനിലക്കാരെ അടുപ്പിക്കില്ല, ജനങ്ങൾക്ക് താനുമായി നേരിട്ട് ബന്ധപ്പെടാം. പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറച്ചത് മുൻകാല അനുഭവം കൊണ്ടെന്നും KB ഗണേഷ് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ മനസ്സിനനുസരിച്ചുള്ളത് ഭരണം പ്രതീക്ഷിക്കാം. എന്നെക്കൊണ്ട് കഴിയുന്നതിന് പരമാവധി ഞാൻ നീതി പുലർത്തുകയും സത്യസന്ധത പുലർത്തുകയും കറപ്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ മുഖമുദ്ര തന്നെ കറപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് എടുക്കും. കർശനമായ ചെലവ് ചുരുക്കൽ ചെലവ് ചുരുക്കിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അത് വളരെ സ്റ്റൈലായിട്ടുള്ള ചെലവ്, വേറെ ആവശ്യമില്ലാത്ത ചെലവ് ചുരുക്കല്ല. മാക്സിമം അനാവശ്യമായ ചെലവുകളെല്ലാം ഒഴിവാക്കും. ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ അതിന്റെ ചോർച്ച അടയ്ക്കണം. അടച്ചു കഴിയുമ്പോൾ തൊഴിലാളികൾക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം കൈവരും. ഒരു പരിധിവരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് യൂണിയൻ പ്രവർത്തകരോട് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ സമരത്തിന് വേണ്ടി സർക്കാർ, ഇടതുപക്ഷം വേണ്ടി സർക്കാരിനെ മോശക്കാരനാക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ട, നിങ്ങൾ കൂടി സഹകരിക്കൂ, കുറച്ച് സമയം തരും. ഈ സിനിമാ വകുപ്പ് ചോദിച്ചു എന്ന് കേട്ടു, അത് കിട്ടാത്ത നിരാശയുണ്ടോ? അങ്ങനെ ചോദിച്ചില്ല. നമ്മൾ അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു ചോദ്യമൊന്നും ഉണ്ടായില്ല. സിനിമാ വകുപ്പ് കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതിൽ സന്തോഷമുണ്ട്. അതൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന കാര്യമാണ്, LDF തീരുമാനിക്കുന്ന കാര്യമാണ്. CPMന്റെ കയ്യിലിരിക്കുന്ന ഒരു വകുപ്പാണ്. അതെടുക്കണമെന്നൊക്കെ അവർ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ തീരുമാനം വരണം. അത് സിനിമ പ്രവർത്തകർക്ക് അത് നന്നാകണം എന്ന് ആഗ്രഹമുണ്ട്. ചില ആളുകൾ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. എല്ലാ റോളുകൾ വന്നാൽ അപ്പോഴും ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കും. അദ്ദേഹം അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയുടെ സൗകര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ടും പോകാനൊക്കെ ഞാൻ പൊതുപരിപാടിയൊന്നും ഏറ്റെടുക്കും. പുതിയ വസതി വേണ്ടാന്ന് വയ്ക്കാൻ കാര്യം വേറെ ഒന്നുമല്ല. മന്ത്രിയാകുമ്പോൾ എല്ലാം പറക്കിക്കൊണ്ട് അങ്ങോട്ട് പോവുക, അല്ലാതാകുമ്പോൾ എല്ലാം പറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരിക, അതൊന്നും വേണ്ട. ഞാൻ എൻ്റെ ഭാര്യയും 2-3 പിള്ളേരും ഉണ്ട്. അവർ ഒരാൾ വെളിയിലാണ്, 2 പേര് ഇവിടെ ഉണ്ട്. അവർ വന്നും പോയൊക്കെ നിൽക്കും. അപ്പോൾ അതുപോലെ സൗകര്യം അത് മതി. ഈ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുന്ന ചെലവൊരുക്കലിന്റെ ഭാഗമായിട്ടാണോ? അതല്ല, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആളുകളെ, ഇതൊക്കെ തലവേദനകളാണ്. ഞാൻ അച്ഛനൊക്കെ ഉള്ള സമയത്താണ് മണ്ണ് മന്ത്രിയായത്. 2 പേരെ ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു അന്ന് പത്തനാപുരത്ത്. ഈ 2 പേരും കൊട്ടാക്കര കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറയുകയും, എന്നെ കേരളത്തിൽ എനിക്കെതിരെയുള്ള ഏക ക്രിമിനൽ കേസിൽ, അത് കോൺഗ്രസ്സുകാർ കൊടുത്ത കേസാണ്, അതിൽ കള്ളസാക്ഷി പറയുകയും, കാണാത്ത കാര്യം, കേൾക്കാത്ത കാര്യം, അറിയാത്ത കാര്യം പച്ചയായ കള്ളസാക്ഷി പറഞ്ഞ 2 പേരും പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിലേക്ക് പാർട്ടി സെലക്ട് ചെയ്തിരുന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ച, നമ്മളെ സ്നേഹിച്ച, നമ്മളെ സഹായിച്ചു. നാളെ ഒരാൾ നമ്മളോട് നിൽക്കുന്നു പറഞ്ഞ് ഒരാളെ എടുക്കണ്ട. എന്നെ വീഴ്കരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? എന്റെ പേരിൽ ഏത് കുറ്റം? കോൺഗ്രസ്സുകാരന്മാർ കൊടുത്ത ഒരു കള്ളക്കേസ്. ആ കള്ളക്കേസിൽ അതാണ് എന്റെ കുറ്റം. എവിടെയാണ് CBI നൽകിയ റിപ്പോർട്ടിൽ എന്റെ പേരെവിടെ പറഞ്ഞിരിക്കുന്നു? കൂടാനാണ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ പേരോട് പറഞ്ഞിരിക്കുന്നു. മധ്യസ്ഥരൊന്നും വേണ്ട. ഇപ്പോഴും എനിക്ക് മധ്യസ്ഥരൊന്നുമില്ല. പത്തനാപുരത്തുകാരായാലും ശരി, എന്നെ കാണാൻ പാർട്ടി നേതാക്കളെ വിളിച്ചുകൊണ്ടിരിക്കുക, മധ്യസ്ഥരെ കൊണ്ടുവരിക, അത് വേണ്ട. ഞാനൊരു സാധാരണക്കാരനല്ലേ. അവതാരങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു അവതാരം ഉണ്ടാവില്ല. എനിക്കറിയാമല്ലോ, ഞാൻ പഠിച്ചല്ലോ ജീവിതത്തിൽ. അപ്പോൾ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുഖ്യമന്ത്രി കാണത്തക്ക രീതിയിൽ വണ്ടി ഞാൻ ഉണ്ടാക്കിയത്. ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴേ മുഖ്യമന്ത്രി ഇരിക്കും, മന്ത്രിമാരിക്കും, അവരെ നമ്മൾ കാണണ്ടേ. ഇതൊരു കിളിവാതിലല്ലേ മേളിൽ. അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മുഖ്യമന്ത്രി നന്നായി കാണണമായിരുന്നു. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് മുമ്പിൽ LED ഒക്കെ വെച്ച് അങ്ങനെ രാത്രി ഇരുന്ന് പോയാലും അങ്ങനെ എടുത്ത് കാണണമായിരുന്നു. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസം. വണ്ടിയുടെ ബോഡി ഷേപ്പിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വേറെ കാര്യങ്ങളൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. അതിനകത്ത് വളരെ ചെറിയൊരു കിളിവാതിലും അതിൽ കൂടെ അല്ലല്ലോ കാണേണ്ടത്. നമ്മൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്രയും അവരെ കാണണമെന്നാണ്. അപ്പോൾ ഫുൾ ഗ്ലാസ് ആയിരിക്കണമായിരുന്നു താഴെ വരെ പോകുന്നത്. അത് ഉണ്ടാക്കിയത് ഇരുണ്ടുപോയി, കളർ പോലും ഇരുണ്ടുപോയി. കളറൊന്നും അത് പാടില്ലായിരുന്നു. കളറൊന്നും യോജിപ്പില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് മനുഷ്യത്വമുള്ളയാളെന്ന് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ. തന്നെക്കുറിച്ച് രഞ്ജിത്ത് പറഞ്ഞത് തമാശയായി എടുക്കുന്നു. ഭീമൻ രഘുവിനെക്കുറിച്ച് പറഞ്ഞത് സ്നേഹം കൊണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു.
സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നും. കാരണം ഞാൻ തുറന്നു പറയുമ്പം മാടമ്പിയാന്ന് പറയുന്ന പേരുണ്ട്. അങ്ങനെ മാടമ്പികളും അടിമകളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന എല്ലാവരും പറയുന്നില്ലേ, അതുപോലെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കലാപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ വേറെയാണ്. പക്ഷേ രഞ്ജിത്തിനെ ഒരിക്കലും ഒരു മനുഷ്യത്വമില്ലാത്ത ആളാണ്, വളരെ മനുഷ്യത്വമുള്ളതാണ്. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. എന്നെ പേരെടുത്ത് പറയുന്നില്ല. നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ കൂടെ നിന്ന് സഹായിക്കാനുള്ള മനസ്സുള്ള ഒരു നല്ല സ്നേഹിതനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. പക്ഷെ ഇപ്പം എന്നെ പറ്റി അദ്ദേഹം പറഞ്ഞാൽ ഞാനൊരു തമാശയായിട്ട് എടുക്കത്തില്ല. അതൊന്നും ഒരു സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നതാണ്. രഘുവിനെ പറ്റിയൊക്കെ ചില കമന്റ് പറഞ്ഞു. അതാണ് ഭീമൻ രഘു എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ആ ഒരു നമ്മുടെ ഒരാളാണല്ലോ എന്നുള്ള ഒരു അല്ലെ കുറ്റമായിട്ട് പറയുന്നതല്ല. ഇപ്പൊ മുകേഷിന്റെ കഥകൾ നമ്മൾ കാണാം, മുകേഷ് കഥകൾ. അത് മുകേഷ് ദുഷ്ടത്തരം കൊണ്ട് പറയുന്നതല്ലല്ലോ. ചില തമാശകൾ നമ്മളെ പറ്റിയൊക്കെ പറയുമ്പം ചിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കഥകളാണ്. അത് നമ്മളൊരു അദ്ദേഹം ഫിലിം മേക്കറല്ലേ. അദ്ദേഹത്തിന്റെ സിനിമയെ പറ്റി, അദ്ദേഹം എടുക്കുന്ന സിനിമകളെ പറ്റി, അതിന്റെ പരാജയത്തെപ്പറ്റി, വിജയത്തെപ്പറ്റി, തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിനെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് കാണാം. അതിലൊക്കെ നമ്മളെ ഇങ്ങനെ തന്നെ വേണം നമ്മളെങ്ങനെ പറയുന്നു. മറ്റതുപോലത്തെ സിനിമ ഉണ്ട്. രഞ്ജിത്ത് അങ്ങനൊരു ദുഷ്ടനും ദ്രോഹിയാണ്. വകുപ്പ് ഏതായാലും സത്യസന്ധതയും നീതിയും പുലർത്തുമെന്ന് നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് കേരളത്തിലെ ഇടതുമുന്നണി മാതൃകയിൽ നയവും പരിപാടികളുമുള്ള സംവിധാനം വേണം. പ്രധാനമന്ത്രി ആരാകണമെന്നത് അവസാന അജണ്ട മാത്രമാണ്, അതല്ല ആദ്യം ചർച്ച ചെയ്യേണ്ടതെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. വകുപ്പ് ഏതായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന ആ വകുപ്പ് ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് സത്യനിഷ്ഠതയും നീതിയും വിശ്വാസ്യതയും കൂറും പുലർത്തുക, അത് പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടി ഉള്ള കഴിവ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട്. ദേശീയാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകയിൽ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ മാറ്റം സാധിക്കൂ എന്നുള്ളതാണ്. ആദ്യം തന്നെ അജണ്ട എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, ആരാണ് പ്രധാനമന്ത്രി. അതോടുകൂടിയിട്ടാണ് പണ്ട് ഞാൻ പാർലമെൻറ്റ് മെമ്പറായപ്പോൾ അന്ന് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അജണ്ട എന്നറിയോ, ആരാണ് പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി ആരാണ് ചർച്ചയോടുകൂടി അത് അവസാനിക്കുന്നതാണ്. അതിനല്ല ഒരു ലക്ഷ്യവും ആദർശവും നമുക്ക് കാഴ്ചപ്പാട്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മാതൃകയിൽ എന്ന് പറയാൻ കാരണം അതാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് മാത്രമേ ഇതാണ് ഞങ്ങളുടെ പരിപാടി, ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇത് ചെയ്യും എന്ന് പറയുന്നൊരു പരിപാടി. ഇതില്ലാതെ ആദ്യത്തെ അവസാനത്തെ അജണ്ട ആദ്യം എടുക്കുന്നതോടുകൂടി യോഗം അവസാനിക്കുന്ന. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, രണ്ടാം പിണറായി സർക്കാർ 2.5 വർഷം പിന്നിടുമ്പോഴാണ് മന്ത്രിസഭയിൽ ഈ മാറ്റം വരുന്നത്. അത് മുൻ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ളത് തന്നെയാണ്. നിലവിൽ മാറിയ മന്ത്രിമാർ വഹിച്ചിരുന്ന വകുപ്പുകൾ നൽകുക എന്നതിനപ്പുറം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വകുപ്പുകളിൽ മറ്റു മന്ത്രിമാർക്കിടയിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്തരമൊരു നീക്കത്തിന് സാധ്യതയുണ്ടോ? ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്തരം ഒരു മാറ്റവും ഉണ്ടാകില്ല. CPM മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു. പക്ഷേ അത് CPM നേതൃത്വം തള്ളുകയാണ്. ഒരു തരത്തിലുള്ള മാറ്റവും ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ല. ഈ മാറ്റങ്ങൾ വേണമെങ്കിൽ തന്നെ ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമൊക്കെ അങ്ങനെ ഒരു ആലോചനകളിലേക്ക് കടക്കാം. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് ഒരു പുനഃസംഘടനയോ അത്ര രീതിയിലേക്ക് മാത്രം കടക്കാനേ സാധ്യതയുള്ളൂ. നിലവിൽ ഒരു തരത്തിലുള്ള മാറ്റവും CPM മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഉണ്ടാകില്ല. പകരം ഇന്ന് 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. അവർക്ക് നേരത്തെ KV ഗണേഷ് കുമാറിന് ആന്റണി രാജുവിൻ്റെ വകുപ്പുകളും അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അഹമ്മദ് ദേവർകോളിൻ്റെ വകുപ്പുകളും തന്നെയാകും നൽകുക. അതിനപ്പുറത്തേക്ക് ഒരു മാറ്റവും ഈ ഘട്ടത്തിൽ വേണ്ട എന്ന തീരുമാനമാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPM ഇടതു നേതൃത്വങ്ങൾക്കും ഉള്ളത്. ദിവ്യാരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഗതാഗത വകുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് KP ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു ഗണേഷ്. ഗണേഷിന്റെ മന്ത്രി പദവിയിൽ അഭിമാനമെന്നും ഭാര്യ ബിന്ദു ഗണേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു കാര്യത്തിൽ ഏറ്റെടുത്താൽ ഹീസ് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ്, കംപ്ലീറ്റ്ലി ഇൻ ടു ഇറ്റ്. അപ്പോൾ അത് ഏതൊരു കാര്യവും പെർഫെക്ഷനോടുകൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊരു കിട്ടുമ്പോൾ ഐ എം ഷുവർ ട്രാൻസ്പോർട്ടിനെ രക്ഷിക്കാൻ എല്ലാ വഴികളും നോക്കും. ഈ 2.5 വർഷത്തിൽ ചെയ്യാൻ നോക്കും എന്നുള്ള നല്ല ഉറപ്പുണ്ട്. വകുപ്പുകൾ ആർക്കും ആവശ്യപ്പെടാമെന്ന് LDF കൺവീനർ EP ജയരാജൻ. തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയെന്നും EP ജയരാജൻ പറഞ്ഞു. ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ട ചോദ്യത്തോടായിരുന്നു EPയുടെ പ്രതികരണം. ഏത് വകുപ്പും ആർക്കും ആവശ്യപ്പെടാം, പക്ഷേ വകുപ്പ് നിശ്ചയിക്കപ്പെടേണ്ടത് മുഖ്യമന്ത്രിയാണ്. അത് ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ അധികാരപരിധിയിൽപ്പെടുന്നതല്ല. അത് മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് നിശ്ചയിക്കും. അല്ല, ആർക്കും എന്തും ആഗ്രഹിക്കാനും ചിന്തിക്കാനും പറയാനും അവകാശമില്ല. നമ്മളെന്തിനാ അതിൻ്റെ അകത്ത് കിടക്കുന്നു? ആഗ്രഹത്തിന് ടാക്സ് ഇല്ല. ഒരു സിനിമാ കഥ പോലെ തന്നെ സസ്പെൻസും ത്രില്ലറും നിറഞ്ഞതാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതവും.
മുൻപ് UDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന അനുഭവ സമ്പത്തുമായാണ് ഗണേഷ് ഇപ്പോൾ LDFന്റെ മന്ത്രിയാകുന്നത്. വിവാദങ്ങൾക്കും ഇപ്പോൾ കുറവുമില്ല. അഭ്രപാളിയിൽ നായകനും പ്രതിനായകനുമായിരുന്നു ഗണേഷ് കുമാർ. രാഷ്ട്രീയത്തിൽ ഒന്നൊന്നൊഴിയാതെ വിവാദങ്ങൾ. മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കവും ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവും. KB ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ തോൽവിയെന്തെന്നറിഞ്ഞിട്ടില്ല. പിതാവ് R ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയായി രംഗപ്രവേശം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്ന് നിയമസഭാംഗമായതോടെയാണ് ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ച നിയമസഭാംഗമായി. 2 തവണ മന്ത്രിയായിരുന്നു. 2001 AK ആന്റണി നയിച്ച UDF മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് 2003 പിതാവ് R ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാവാൻ വേണ്ടി രാജിവെക്കുകയായിരുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് വിവാദങ്ങൾക്ക് പിന്നാലെ 2013 രാജിവെച്ചു. UDF വിട്ട് 2016 LDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് കളത്തിലിറങ്ങി. സിനിമാ രംഗത്തെ സഹപ്രവർത്തകൻ ജഗദീശനെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയെയും തോൽപ്പിച്ചു. പിതാവിന്റെ മരണശേഷം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി. വ്യക്തിപരമായതും രാഷ്ട്രീയപരവുമായ വിവാദങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടരുമ്പോൾ ഗണേഷ് കുമാറിന് ഒന്നേ പറയാനുള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്ത്, മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് ദയവേത് ഉപദ്രവിക്കരുത്. കാരണം ഞാനൊന്നിനുള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കണ്ണൂരുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട നേതാവാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. പാട്ടുപാടിയും വോട്ട് പിടിച്ചും ലോക്സഭയിലും നിയമസഭയിലും ശബ്ദമായത് നിരവധി തവണ. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലും 1ാം പിണറായി മന്ത്രിസഭയിലും ഇപ്പോൾ 2ാം മന്ത്രിസഭയിലും കോൺഗ്രസുകാരനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കടന്നപ്പള്ളി 3 പതിറ്റാണ്ടായി കോട്ട ചുവപ്പിച്ച കടന്നപ്പള്ളി മണ്ഡലം തിരിച്ചുപിടിച്ചു. 2021 വരവ് സതീശൻ പാച്ചേനി തോൽപ്പിച്ചായിരുന്നു. മന്ത്രി പദവിയിൽ ഇത് 3ാം തവണയാണ്. ആദ്യം VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ദേവസ്വമായിരുന്നു വകുപ്പ്. 1ാം പിണറായി മന്ത്രിസഭയിൽ തുറമുഖം. പുനഃസംഘടനയിലൂടെ 2ാം പിണറായി മന്ത്രിസഭയിൽ 2ാം പകുതിയിൽ വീണ്ടും മന്ത്രിയായെത്തുകയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. കോൺഗ്രസുകാരനായി തുടങ്ങി. KSU സംസ്ഥാന പ്രസിഡന്റായി. പിന്നെ കലഹിച്ച് പിളർന്ന് കോൺഗ്രസ് വിട്ടു. ഒപ്പമിറങ്ങിപ്പോന്ന AK ആന്റണി അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയപ്പോഴും ഇടതുതന്നെയായിരുന്നു കടന്നപ്പള്ളിയുടെ പക്ഷം. എന്നും ഇടതുമുന്നണിയുടെ ഏറ്റവും വിശ്വസ്തനായ ഘടകകക്ഷി നേതാവ്. അംഗബലം കൊണ്ട് ചെറുതാണ് പാർട്ടിയെങ്കിലും ജനസമ്മതിയിലെ വലിപ്പമാണ് പാട്ടുകാരൻ കൂടിയായ കടന്നപ്പള്ളിയുടെ രാഷ്ട്രീയ നേട്ടങ്ങളുടെ കരുത്ത്. റിസർച്ച് ഡെസ്ക് ന്യൂസ് 18. BJP നേതാവും നടനുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ലൈംഗിക ഉദ്ദേശത്തോടുകൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകയ്ക്കെതിരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. IPC 354 വകുപ്പാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റത്തിന് പോലീസ് ആക്ടിലെ 119A വകുപ്പും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തും. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകയുടെ ദേഹത്ത് അനുമതിയില്ലാതെ സുരേഷ് ഗോപി സ്പർശിക്കുകയായിരുന്നു. ആദ്യം കൈ തട്ടിമാറ്റിയെങ്കിലും പിന്നീട് വീണ്ടും സുരേഷ് ഗോപി സ്പർശിച്ചു. ഇതേ തുടർന്നാണ് മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി നൽകിയത്. നവംബർ 15-ന് സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം തെളിവ് ശേഖരണവും ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, മറ്റ് ദൃശ്യങ്ങൾ ഈ സ്പർശിച്ചവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നീ നടപടിക്രമങ്ങൾ
പൂർത്തിയാക്കി. സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷികളിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഗൌരവമുള്ള കുറ്റകൃത്യം തന്നെ ചെയ്തു എന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ആദ്യം 353A വകുപ്പ് പ്രകാരമാണ് പോലീസ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനഃപൂർവ്വം തന്നെ ഈ മാധ്യമപ്രവർത്തകന്റെ ശരീരത്തിൽ സുരേഷ് ഗോപി കൈവച്ചു എന്ന വിലയിരുത്തലാണ്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം നടപടി ഉണ്ടായത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IPC 354 വകുപ്പുകൾ പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന കുറ്റമാണ് ഈ 119A എന്ന വകുപ്പിൽ ഉള്ളത്. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായെങ്കിലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ജാമ്യം നൽകി സുരേഷ് ഗോപിയെ വിട്ടയക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വകുപ്പുകളും കൂടുതൽ ഗൌരവമുള്ള വകുപ്പുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം പൂർത്തിയായി, തെളിവ് ശേഖരണവും സാക്ഷികളുടെ മൊഴിയെടുക്കലും പൂർത്തിയായി. ഉടൻ തന്നെ ഈ കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് നടക്കാവ് പോലീസ് അറിയിക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മാധ്യമപ്രവർത്തകയുടെ അപമര്യാദയെ പെരുമാറിയ കേസിൽ നടൻ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നിലപാട് തേടിയിരിക്കുന്നു. നടക്കാവ് പോലീസ് നിലപാട് അറിയിക്കണം. മാധ്യമപ്രവർത്തകയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് C. പ്രദീപ് കുമാറാണ് ഹർജി പരിഗണിച്ചത്. ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ ഭേദഗതി ചെയ്ത ഹർജി സമർപ്പിച്ചു. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കണമെന്നാണ് ആവശ്യം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണം. പരിഗണനയിലുള്ള ബില്ലുകളിൽ ഉടൻ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കണം. ഭരണഘടനാപരമായ അധികാരം വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഹർജിയിൽ ഉന്നയിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AKG സെന്ററിൽ. CPM നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ബിനോയ് വിശ്വം എത്തിയത്. സംസ്ഥാന സെക്രട്ടറിയായ ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത്. സൌഹൃദ സന്ദർശനമെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഇടതൈക്യത്തിൽ ഏറ്റവും പ്രധാനമാണ് CPM-CPI ഐക്യം. അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പൂർണ്ണമായും സൗഹൃദം പങ്കിടാൻ വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ച, ഹ്രസ്വമായ കൂടിക്കാഴ്ച ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയത്തിലും CPI-CPM ബന്ധമാണ് ഏറ്റവും നിർണായകം. നാടിൻ്റെ ഭാവിക്ക് വേണ്ടി ഏകത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടി നടക്കേണ്ടുന്ന പോരാട്ടങ്ങളിൽ ഏറ്റവും പതറാത്ത നിലപാടുമായി നിൽക്കാനാകുന്ന പാർട്ടികളാണ് CPM-CPI. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഉജ്ജ്വലമായ സ്നേഹബന്ധമാണ്. രാഷ്ട്രീയമായിട്ടത്, വ്യക്തിപരമായിട്ടത് ആ സൗഹൃദം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ്. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി വൈകിട്ട് 7:30 യോഗം വിളിച്ചു. ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കും. പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറവാടക ഉയർത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി രാഷ്ട്രീയ പോരിലേക്ക് മാറുന്നതിനിടെയാണ് യോഗം ചേരുന്നത്. തൃശൂർ പൂരത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പൂരം നടത്തിയതിന് വെല്ലുവിളിയാകുമെന്ന തരത്തിൽ ഭീഷണിയായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നത്. ദേവസ്വങ്ങൾ നേരത്തെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. 3-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ എത്തുമ്പോൾ സാമ്പിൾ പൂരം ഒരു സമാന്തര പൂരമായി നടത്തി പ്രധാനമന്ത്രി ശ്രദ്ധയാകർഷിക്കാനും അതുവഴി സഹായം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളും ദേവസ്വങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, സർക്കാർ ഇടപെടൽ. ഇന്ന് വൈകിട്ട് 7:30 മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ്. ദേവസ്വം പ്രതിനിധികളും ദേവസ്വം മന്ത്രിയും ജില്ലയിൽ നിന്നുള്ള പ്രധാന രാഷ്ട്രീയ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കും. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് സർക്കാർ നടത്തുന്നത്. കാരണം പ്രധാനമന്ത്രി സ്വാഭാവികമായും തൃശ്ശൂരിൽ വരുന്ന BJPയുടെ രാഷ്ട്രീയ പ്രചരണ പരിപാടിക്കാണ്. അവിടെ ഒരു സമാന്തര പൂരം കൂടി നടത്തിയാൽ അത് രാഷ്ട്രീയമായി BJP ഉപയോഗപ്പെടുത്തുമെന്നൊരു ആശങ്ക സർക്കാരുണ്ട്. അത് മുൻകൂട്ടി കണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ യോഗത്തിൽ പ്രശ്നപരിഹാരത്തിന് വഴികൾ നിർദ്ദേശിക്കും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന. BJP രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ദേവസ്വങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പൂരത്തിന് യാതൊരുവിധ പ്രതിസന്ധിയും ഉണ്ടാകില്ല, സാമ്പത്തിക പ്രതിസന്ധി കാരണം പൂരത്തിൻ്റെ ഒരു ചടങ്ങുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കാനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. നിർണായകമായ യോഗമാണ് വൈകിട്ട് 7:30 ഓൺലൈനായി ചേരുന്നത്. കുർബാന ഏകീകരണ തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി തുടരുന്നു. സിനഡ് കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് ഹൌസിനുള്ളിൽ സിനഡ് കുർബാന അനുകൂലികൾ പ്രതിഷേധിച്ചു. ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് 3 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചു. തർക്കത്തിൽ വത്തിക്കാൻ ഇടപെടൽ ഉടനുണ്ടാകും.
കുർബാന ഏകീകരണ വിഷയത്തിൽ സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം തുടരുകയാണ്. ഇന്ന് പ്രതിഷേധക്കാർ സിനഡ് കുർബാനയെ അനുകൂലിക്കുന്നവർ ഇന്ന് ഇവിടെ ഈ ആസ്ഥാനത്ത് മണിക്കൂറുകളോളം ഇവിടെ പ്രതിഷേധ സമരത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം പോലീസ് വരെ ഇതിനകത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ബിഷപ്പ് അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്ററായ ആർച്ച് ബിഷപ്പ് കൂടിയായ ബോസ്കോ പുത്തൂരിനെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടികൾ അതിനുശേഷം ഇതിൽ ചർച്ചയിലേക്ക് നീണ്ടു. ചർച്ചയ്ക്കൊടുവിൽ അവർ പ്രതിഷേധ സമരം അവസാനിപ്പിക്കുന്നു. അതിന്റെ തീരുമാനങ്ങൾ ഇപ്രകാരമാണ്. സിനഡ് കുർബാന അർപ്പിക്കാനിടെ ആ സാഹചര്യത്തിൽ പല വൈദികർക്ക് നേരെയും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, ചിലർക്ക് നേരെ കയ്യേറ്റങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ കഴിയാതെ പോയ സാഹചര്യം സംബന്ധിച്ച് വ്യക്തമായ രീതിയിൽ തന്നെ അന്വേഷിച്ച് നടപടിയെടുക്കും. ഇതിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെയാണ് വികാരി ജനറൽ കൂടിയായിരുന്ന ഫാദർ ആന്റണി പെരുമായൻ ഈ കരാർ ലംഘിച്ചുകൊണ്ട്, കൂരി അംഗം കൂടിയാണ്, കരാർ ലംഘിച്ചുകൊണ്ട് ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുത്തു എന്ന ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുഭാഗം വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ ആ വിശദീകരണത്തിൽ തൃപ്തരല്ല. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിനെതിരെയും നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തായാലും അത്തരം കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ, അതായത് വത്തിക്കാൻ പ്രതിനിധി കൂടിയായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലുമായി സംസാരിച്ചുകൊണ്ട് നടപടികളിലേക്ക് കടക്കുമെന്നൊരു ഉറപ്പിനെ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പിതാവ് ശക്തമായ രീതിയിൽ നെല്ലിശ്ശേരി അച്ഛന് നേരെ ചുടങ്ങവേലി പള്ളിയിൽ നടന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കാം എന്ന് പിതാവ് സമ്മതിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ അതിരൂപത ആസ്ഥാനത്ത് നിന്ന് നമ്മൾ പിരിഞ്ഞു പോകില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പിതാവ് പറഞ്ഞത്, നമ്മൾ ആവശ്യപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ സിറിൽ പിതാവാണ് ഈ ഉത്തരവാദിത്തം ബോസ്കോ പിതാവിനെ ഏൽപ്പിച്ചത്. അപ്പം നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ബോസ്കോ പിതാവുമായിട്ട് സംസാരിച്ചിട്ട് ആ കാര്യങ്ങളിൽ ബോസ്കോ പിതാവ് സിറിൽ പിതാവുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം എത്രയും വേഗം ഉണ്ടാക്കും. എന്തായാലും കുർബാന ഏകീകരണ വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല പള്ളികളിലും തന്നെ ഈ രീതിയിലുള്ളൊരു പ്രതിഷേധ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. പലയിടത്തും കുർബാന നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഇത് സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമാകുന്നില്ല. ഏത് കുർബാന ഇവിടെ ചൊല്ലണം എന്നത് സംബന്ധിച്ചുള്ളൊരു തർക്കം നിലനിൽക്കുന്നു. വത്തിക്കാൻ ഇത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. കാരണം ഏകീകരണ കുർബാന നടപ്പാക്കിയത് സംബന്ധിച്ച് വിശദമായൊരു റിപ്പോർട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഫറോന വികാരിമാരിൽ നിന്ന് വത്തിക്കാൻ തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കാൻ ക്രിസ്മസിന് ശേഷം നടപ്പാക്കണമെന്നുള്ള വത്തിക്കാൻ നിർദ്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും അതിന് ഉത്തരവാദികൾക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്നൊരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ ഇതിൽ വീണ്ടും ചർച്ചകൾ വേണമെന്നാണ് വിമതർ വൈദികർ ഉൾപ്പെടെയുള്ള വൈദികരും വിശ്വാസികളും ആവശ്യപ്പെടുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കണ്ണൂർ ആറളത്തുണ്ടായ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടതായി പോസ്റ്ററുകൾ. വയനാട് തിരുനെല്ലിയിലാണ് മാവോയിസ്റ്റുകൾ പോസ്റ്റർ പതിച്ചത്. ആന്ധ്രാപ്രദേശ് റായൽസീമ സ്വദേശിയും മാവോയിസ്റ്റ് നേതാവുമായ ലക്ഷ്മി എന്ന കവിതയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിക്ക് സമീപമാണ് ഇന്നലെ രാത്രിയോടെ എത്തിയ മാവോയിസ്റ്റ് സംഘം പോസ്റ്ററുകൾ പതിപ്പിച്ചത്. കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ പോലീസും മാവോവാദികളും തമ്മിൽ നവംബർ 13 രാവിലെയായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് ചോരപ്പാടുകളും ആയുധങ്ങളും കണ്ടെത്തിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. ഒരു സ്ത്രീക്കടക്കം 2 മാവോവാദികൾക്ക് പരിക്കേറ്റതായും വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് ചികിത്സയിലിരിക്കെ കവിത കൊല്ലപ്പെട്ടുവെന്ന് മാവോയിസ്റ്റുകളുടെ പോസ്റ്ററിൽ പറയുന്നത്. കവിതയുടെ മൃതദേഹം പശ്ചിമഘട്ട വനമേഖലയിൽ സംസ്കരിച്ചെന്നും പറയുന്നു. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് കത്തും മാവോയിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. രക്തകടങ്ങൾ രക്തത്താൽ വീട്ടുമെന്നും മാവോയിസ്റ്റ് ജോഗിയുടെ പേരിലുള്ള കത്തിൽ പറയുന്നു. ന്യൂസ് 18 വയനാട്. സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിക്കുന്നു. 379 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. രോഗമുക്തി നിരക്ക് ഉയരുന്നുണ്ട് എന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് 797 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5 മരണം റിപ്പോർട്ട് ചെയ്തു. കർണാടകയിൽ 158 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് തടവുകാരൻ പോലീസിനെ ആക്രമിച്ചു. ജയിലിൽ നിന്നും ചികിത്സയ്ക്കായി എത്തിയ തടവുകാരനാണ് ആക്രമിച്ചത്. പോലീസുകാരന്റെ നെഞ്ചിലും കഴുത്തിലുമാണ് മർദ്ദനമേറ്റത്. ജയിൽ വാർഡൻ രജനീഷ് ജോസഫിനാണ് മർദ്ദനമേറ്റത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശിക്ഷയനുഭവിക്കുന്ന റോയിയാണ് ജയിൽ വാർഡനെ ആക്രമിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു സംഭവം.
ചലച്ചിത്ര നടനും DMDK സ്ഥാപകനുമായ വിജയകാന്തിന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്ത് വൈകിട്ട് 4:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പാർട്ടി ആസ്ഥാനത്ത് മൃതദേഹം ഇന്നലെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. 100 കണക്കിന് പേർ വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും വിലക്ക്. മെയിൻ സംസ്ഥാനമാണ് ട്രംപിന് വിലക്ക് ഏർപ്പെടുത്തിയത്. 2021 US ക്യാപിറ്റൽ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ ഇതേ കേസിൽ കൊളറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. കൊളറാഡോ സുപ്രീം കോടതിയുടേതായിരുന്നു ഉത്തരവ്. ഇതിന് പിന്നാലെയാണ് മെയിൻ സംസ്ഥാനത്തും വിലക്ക്. 2021 ജനുവരി 6-നുണ്ടായ സംഭവങ്ങൾ ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അദ്ദേഹത്തിന്റെ അറിവോടെയും പിന്തുണയോടെയുമാണ് നടന്നതെന്നും മെയിൻ സ്റ്റേറ്റ് സെക്രട്ടറി ഷെന്ന ബെല്ലോസിന്റെ വിധിയിൽ പറയുന്നു. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വന്നേക്കും. ഇത് സംബന്ധിച്ച CWPRS റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നുള്ള തിരയെ പ്രതിരോധിക്കാൻ കഴിയാത്തതിനാൽ പുലിമുട്ടിന്റെ ഘടനയിലും ഇതനുസരിച്ച് മാറ്റം വേണമെന്നാണ് കണ്ടെത്തൽ. അതേസമയം പുതിയ കണ്ടെത്തലുകളിൽ മത്സ്യത്തൊഴിലാളികൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയായ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതലപ്പൊഴിയിലെ പുലിമുട്ടിൽ മാറ്റം വരുത്തണമെന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. 4 തരത്തിൽ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചാണ് സംഘം പരിശോധിച്ചത്. ഇതിനെ ആസ്പദമാക്കി പുതിയ അലൈൻമെന്റിന് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ കടലിലേക്ക് തുറക്കുന്ന രീതിയിലാണ് പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തി മുതലപ്പൊഴിയിലെ തെക്ക് ഭാഗത്തു നിന്നും പുതിയൊരു പുലിമുട്ട് നിർമ്മിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തുറക്കുന്ന രീതിയിൽ പുലിമുട്ട് വികസിപ്പിക്കുന്നതാണ് പുതിയ അലൈൻമെന്റ്. തെക്ക് ഭാഗത്തെ പുലിമുട്ട് 575 മീറ്റർ നീളത്തിലും തെക്ക് വടക്ക് ഭാഗത്തേക്ക് 170 മീറ്റർ നീളത്തിലുമാണ് പുലിമുട്ടിന്റെ പുതിയ അലൈൻമെന്റ്. വടക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള പ്രവേശന കവാടത്തിന് 147 മീറ്റർ വീതിയുണ്ടാകും. അതേസമയം പുതിയ അലൈൻമെന്റ് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയും ഹാർബർ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ DWPRSനെ അറിയിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കൂടി പരിഹരിച്ച് അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഭീതി പരത്തി പടയപ്പ എന്ന കാട്ടാന. ലോക്കാട് എസ്റ്റേറ്റിന് സമീപം റോഡിലിറങ്ങിയ പടയപ്പ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കുറ്റിയാർവാലി എസ്റ്റേറ്റ് റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു. വനപാലകർ മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ കാട് കയറ്റാൻ സാധിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. 2 വർഷത്തിൽ 3200 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് പദ്ധതിയിലൂടെ ഉറപ്പാക്കിയത്. പദ്ധതിയിലൂടെ 12.5 ലക്ഷം പേർക്ക് ചികിത്സ ലഭ്യമാക്കിയതായും ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ആലുവ കുട്ടമശ്ശേരിയിൽ വീടിന് തീവയ്ക്കാൻ ശ്രമം. കുട്ടമശ്ശേരി സ്വദേശി നാരായണൻകുട്ടിയുടെ വീടിനാണ് അജ്ഞാതൻ തീവയ്ക്കാൻ ശ്രമിച്ചത്. ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നമ്മളെ ഫോൺ ചെയ്തെന്നുള്ള രേഖ ഇവിടെ വന്നെങ്ങനെയാണ്? അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കുഴൽപ്പണം പിടികൂടി. രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 29 ലക്ഷം രൂപയാണ് പിടികൂടിയത്. 2 പേർ എക്സൈസിന്റെ കസ്റ്റഡിയിലായി. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ആഡംബര ബസിനെ അമരവിള ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ നടത്തിയ വാഹന പരിശോധനയിലാണ് രേഖകൾ ഇല്ലാതെ കൊണ്ടുവന്ന പണം കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ അബ്ദുൽ നാസർ, മുഹമ്മദ് ഫയസ് എന്നിവരെയാണ് അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയത്. ബേപ്പൂർ അന്താരാഷ്ട്ര ജലമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഡ്രോൺ ലൈറ്റ് ഷോ കാണികൾക്ക് ആവേശമായി. 250 ഡ്രോണുകൾ മറീന ബീച്ചിന്റെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഡ്രോൺ ഷോ സംഘടിപ്പിക്കുന്നത്. ബേപ്പൂർ മറീന ബീച്ചിൽ അക്ഷമരായി കാത്തുനിന്ന ആയിരങ്ങൾക്ക് മുന്നിൽ
അർദ്ധഗോളാകൃതിയിൽ ഡ്രോണുകൾ പറന്നുയർന്നു. കയ്യടികളോടെ കടപ്പുറത്ത് തടിച്ചുകൂടിയ ആയിരങ്ങൾ ഡ്രോണുകളെ വരവേറ്റു. വെൽക്കം ടു ബേപ്പൂർ, കേരള ടൂറിസം ലോഗോ, ഗോഡ്സ് ഓൺ കൺട്രി, വളയങ്ങൾ, ലൈറ്റ് ഹൌസ്, ഓളപ്പരപ്പിലൊഴുകുന്ന ബോട്ട്, ചലിക്കുന്ന മത്സ്യം, കഥകളി രൂപം, ഇന്ത്യൻ ഭൂപടം തുടങ്ങിയ ദൃശ്യങ്ങൾ ആകാശത്ത് തെളിഞ്ഞു. കേരളത്തിലെ ആദ്യ ഡ്രോൺ ഷോ ബേപ്പൂരിൽ നടത്തിയതിന്റെ സന്തോഷം സ്ഥലം MLA കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് മറച്ചുവെച്ചില്ല. 2023 പുതുമ നിറഞ്ഞു. ആ പുതുമ നിറഞ്ഞതിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഷോ വന്നിരിക്കുകയാണ്. മതസഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആശയം പരത്തുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ ഉത്സവമാണ്. അടിമുടി ജനകീയ കമ്മിറ്റിയാണ്. ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നു. നാടിന്റെ ഐക്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് കൈകോർത്ത് പിടിക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള IIT സ്റ്റാർട്ടപ്പായ ബോട്ട് ലാബ് ഡൈനാമിക്സ് ആണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത്. ഇന്ന് രാത്രിയിലും വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ഡ്രോൺ ഷോ ഉണ്ടാവും. ന്യൂസ് 18 കോഴിക്കോട്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ആരംഭിച്ച ഷീ ലോഡ്ജ് വൻ ഹിറ്റ്. ആരംഭിച്ച് 9 മാസം കഴിയുമ്പോൾ 24 ലക്ഷം രൂപയാണ് ലാഭം. 100 രൂപയാണ് ഇവിടെ ഡോർമെട്രിയിൽ ഒരു ദിവസത്തെ താമസത്തിന് ഈടാക്കുന്നത്. കൊച്ചി നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ രാത്രി കഴിയാൻ സുരക്ഷിതമായ ഒരിടം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ലോഡ്ജ്. 3 നിലകളിലായി 3 ഡോർമെട്രികൾ, 48 സിംഗിൾ റൂമുകൾ, 32 ഡബിൾ റൂമുകൾ എന്നിവയാണ് ഷീ ലോഡ്ജിലെ സൗകര്യം. ഒരേ സമയം 192 പേർക്ക് താമസിക്കാം. ഡോർമെട്രിക്ക് 100 രൂപ, സിംഗിൾ റൂമിന് 200 രൂപ, ഡബിൾ റൂമിന് 350 രൂപ എന്നിങ്ങനെയാണ് ദിവസവാടക. നിരക്ക് കുറവാണെങ്കിലും സൗകര്യങ്ങൾക്ക് ഒരു കുറവുമില്ല. സുരക്ഷിതത്വവും ഉറപ്പാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര തുച്ഛമായ വിലയിൽ നല്ല സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു റൂം, പിന്നെ ഭക്ഷണമാണെങ്കിലും സമൃദ്ധിയായിട്ട് കൊച്ചിയിൽ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സേഫായിട്ട് തോന്നി. ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഫുഡ് സമൃദ്ധി ഉള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ്. അപ്പോൾ പോയി കഴിക്കാം. റെന്റും ഒക്കെ അഫോർഡബിൾ ആണ്. ലൈബ്രറി, ഡൈനിങ് ഹാൾ, 24 മണിക്കൂറും കുടിവെള്ളം, അറ്റാച്ച്ഡ് ബാത്റൂം എന്നീ പ്രത്യേകതകളുണ്ട്. റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനുമെല്ലാം അടുത്തുള്ളതിനാൽ യാത്രയും എളുപ്പം. സുരക്ഷാ ജീവനക്കാരുൾപ്പെടെ 8 പേരുടെ സേവനവും ഇവിടെയുണ്ട്. കുടുംബശ്രീക്കാണ് നടത്തിപ്പ് ചുമതല. ഡോർമെട്രിക്കാണ് കൂടുതൽ ആവശ്യക്കാർ വരുന്നത്. എങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ് മുറികളിൽ വന്ന് പോകുന്നത്. ഭക്ഷണം താഴെ സമൃദ്ധിയിൽ നിന്ന് അവർക്ക് 20 രൂപയ്ക്ക് കഴിക്കാം. ഇപ്പോൾ നമ്മൾ സബ്സിഡി മാറ്റിയതുകൊണ്ട് 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 100 രൂപയ്ക്ക് മുറിയും 10 രൂപയ്ക്ക് ഊണെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിത് തുടങ്ങുമ്പോൾ ഉണ്ടായത്. പക്ഷേ സബ്സിഡി നിർത്തിയതുകൊണ്ട് നമ്മളിപ്പോൾ 20 രൂപയ്ക്കാണ് ഭക്ഷണം നൽകുന്നത്. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ സമൃദ്ധി ഹോട്ടലിൽ നിന്ന് 20 രൂപയ്ക്ക് ഭക്ഷണം കൂടി ലഭിക്കുന്നതോടെ ആശ്വാസം ഇരട്ടിയാണ്. ചുരുക്കത്തിൽ കൊച്ചി പരമാര റോഡിലെ ഷീ ലോഡ്ജ് സുരക്ഷിതവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ നഗരവീഥികൾ ഇനി LED പ്രഭയിൽ പ്രകാശിക്കും. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 40 കോടി രൂപ മുതൽ മുടക്കിലാണ് പദ്ധതി പൂർത്തിയാക്കുക. ഓരോ റോഡിന്റെയും സ്വഭാവവും ഘടനയും അനുസരിച്ചാണ് LED വിളക്കുകൾ സ്ഥാപിക്കുന്നത്. 40,400 LED ലൈറ്റുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നത്. 2000 സ്മാർട്ട് എനർജി മീറ്ററുകളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. ലൈറ്റുകൾ IC4മായി ബന്ധപ്പെടുത്തി ഗ്രൂപ്പ് കൺട്രോൾ സംവിധാനത്തിലൂടെ നിയന്ത്രിക്കാനാകും. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ തെരുവ് വിളക്കുകളുടെ വൈദ്യുതി ചെലവിൽ വലിയ കുറവുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കൊച്ചി കോർപ്പറേഷൻ. 20, 36, 50, 70, 110, 220 എന്നീ വാട്ടുകളിലുള്ള വൈദ്യുതി വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്. എല്ലാ റോഡുകളിലും കൃത്യമായ വിളക്കുകൾ സ്ഥാപിക്കുന്നതോടെ അപകടങ്ങൾ ഒഴിവാക്കാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാധിക്കും. സ്മാർട്ട് റോഡുകളിലെ LED ലൈറ്റ് സ്ഥാപിക്കൽ പൂർത്തിയാകാൻ സമയമെടുക്കും. മറ്റു റോഡുകളിൽ 687 ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എബ്രഹാം മാടമാക്കൽ റോഡ്, ദർബാർ ഹാൾ ഗ്രൗണ്ട് റോഡ്, പാർക്ക് അവന്യൂ റോഡ്, പാർക്ക് അവന്യൂ ലിങ്ക് റോഡ്, ഷൺമുഖം റോഡ്, ബാനർജി റോഡ് എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. വരുന്ന ജൂണോടെ പദ്ധതി പൂർത്തിയാക്കും. ന്യൂസ് 18 കൊച്ചി.
കാനന കാഴ്ചകൾ ആസ്വദിച്ച് ഒരു ജീപ്പ് യാത്ര. പാറക്കൂട്ടങ്ങളിൽ തട്ടി ചിന്നിച്ചിതറിയെത്തുന്ന വെള്ളച്ചാട്ടത്തിലെ കുളി. ഇടുക്കി കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ്. ആ കാഴ്ചകളിലേക്ക്. കടുത്ത വേനലിലും തണുത്ത അന്തരീക്ഷം, ചുറ്റും കാടിന്റെ വശ്യത. പാറക്കെട്ടുകളിലൂടെ ചിതറിയെത്തി അധികം ആഴമില്ലാതെ പതിക്കുന്ന വെള്ളച്ചാട്ടം പുതിയ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാവുകയാണ് കല്ലേറ്റുപാറ. വളക്കോട്ടിൽ നിന്നും കണ്ണമ്പടി ഗോത്രഗ്രാമത്തിലേക്കുള്ള പാതയോട് ചേർന്നാണ് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഉൾവനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാട്ടരുവി പതിക്കുന്ന ഇടം. വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത കേട്ടറിഞ്ഞ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ആർക്ക് വേണേലും ഒരു ടിക്കറ്റും ഇല്ലാതെ ഫ്രീ ആയി വന്ന് സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ എല്ലാവരും കുടുംബത്തോടെയും കൂട്ടുകാരോടും കൂടെ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു ഇതും കൂടെ അവരെ ഏറ്റെടുക്കണം. പ്ലാസ്റ്റിക് വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിക്ഷേപിക്കാതെ നന്നായി ഈ സ്ഥലം കാത്തു സൂക്ഷിച്ച് ഭാവിയിലുള്ള തലമുറയ്ക്കും കൂടെ ഇത് ആസ്വദിക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വർഷം മുഴുവൻ ലഭിക്കുന്ന തണുത്ത കാലാവസ്ഥയാണ് കല്ലേറ്റുപാറയെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ജനുവരി 3-ന് ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് സൂചിപ്പിച്ച് സമൻസ് ലഭിച്ചതായി പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. പ്രതി അർജുനന്റെ പിതാവ് നൽകിയ പരാതിയിലാണ് കുടുംബത്തിലെ 3 പേർക്ക് നോട്ടീസ് ലഭിച്ചത്. നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ഒരു തകർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രതിയുടെ ഭാഗത്തിരുന്ന് ഞങ്ങളെ ഒത്തിരി ജീവിക്കാൻ തന്നെ ഇതിൻ്റെ അകത്ത് സമ്മതിക്കാത്ത ഒരു രീതിയിലാണ് ഞങ്ങൾ മാനസികമായിട്ടും പലരോടും പല കാര്യവും പറഞ്ഞു വിട്ടുകൊണ്ട് ഞങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ 3-ാം തീയതി ഞങ്ങൾ ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥലത്തില്ലാത്ത ഞങ്ങളോടാണ് ഇങ്ങനൊരു മനസ്സറിയാത്തൊരു കാര്യമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കാരണം 12-ാം തീയതി തന്നെ ഞങ്ങൾ പറഞ്ഞെന്ന് വിധി എങ്ങനെ വന്നാലും ഇവരെ തല്ലിക്കൊല്ലും എന്നുള്ള രീതിക്ക് ഞങ്ങൾ പറഞ്ഞു. ഞാനും എൻ്റെ ചേട്ടൻ മണിയും എൻ്റെ പെങ്ങൾ മാലതിയും ഇവർക്കൊന്ന് ഈ കേസിനെ കുറിച്ച് പോലും ഞാൻ വിളിച്ച് പറഞ്ഞു തന്നെയാണ് ഈ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത്. അങ്ങനെയുള്ളവർ ഇതിനകത്ത് നമ്മൾ ഓരോ വായതാക്കി പോയാൽ പോലും ഇവർ എന്താണെന്ന് പോലും ചോദിക്കാത്ത ആൾക്കാരാണ്. അവരെക്കുറിച്ച് ഇവരെ ഇതിനകത്ത് അമ്മർക്ക് എങ്ങനെയല്ല ഇവരെ ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് വെച്ച് മനഃപൂർവ്വമായിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ടാണ് പ്രതിയുടെ അപ്പനും വക്കീലും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങളെ അടുത്ത സ്റ്റെപ്പ്, അതായത് ഹൈക്കോടതിയിൽ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടി അതിനി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സമ്മൻസ് ഞങ്ങൾക്ക് അയച്ചു കൊടുത്തത്. ഞങ്ങൾ മനസ്സറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങളെ ഇതിനകത്തിരുന്ന് ഞങ്ങളെ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യണം? വളരെ വളരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി സർക്കാർ ഇതിൻ്റെ അകത്ത് ഒരു തീരുമാനത്തിലേക്ക് വരണം. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ദയവ് ചെയ്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. വിവരങ്ങളുമായി വി കെ സ്റ്റാലിൻ ചേരുകയാണ്. സ്റ്റാലിൻ, ഈ കേസിൽ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്നതാണ് ആ കുടുംബത്തിന്റെ തന്നെ പരാതി. കോടതി വിധിക്ക് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ അപ്പീൽ പോകാനിരിക്കുമ്പോൾ കോടതിയിൽ നിന്ന് അവർക്ക് സമൻസ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണ് പ്രതിഭാഗത്തിന്റെ നീക്കം? എന്താണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം? രേണുക, വണ്ടിപ്പെരിയാറിലെ ബാലികയുടെ കേസിലെ കുറ്റമുക്തനാക്കപ്പെട്ട പ്രതിയുടെ ഭാഗത്തു നിന്നും പ്രതിയുടെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ സമൻസ് വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ജനുവരി 3-ന് ഹൈക്കോടതിയിൽ ഹാജരാവാനാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന നോട്ടീസ്. എന്തായാലും ഈ വിധി വന്നതോടുകൂടി, പ്രത്യേകിച്ചും ഡിസംബർ 2-ാം വാരത്തിൽ ഈ പ്രതിയെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വന്നതോടെ ആ സമയങ്ങളിൽ ഇവരുടെ ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു മാതാപിതാക്കളുടെ. അതായത് ഇവര് പ്രതിയെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നുള്ള ചില പരാമർശങ്ങൾ, ആ സമയത്തുള്ള വൈകാരികമായ ചില പരാമർശങ്ങൾ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രതി അർജുന്റെ പിതാവ് ഹൈക്കോടതിയിലെ നോട്ടീസ് നൽകി പരാതി കൊടുത്തിരിക്കുന്നതും അതും പ്രകാരമാണ് ഇപ്പോൾ സമൻസ് നൽകിയിരിക്കുന്നതും. എന്നാൽ അപ്പീലിന് പോകാനുള്ള, പ്രത്യേകിച്ചും നീതി തേടി മേൽക്കോടതിയെ സമീപിക്കാനുള്ള
ഇവരുടെ അവസരം തടസ്സപ്പെടുത്തുന്നതിനും ഇവരെ സമ്മർദ്ദത്തിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെ പ്രതിയുടെ വക്കീലും ചേർന്നുള്ള ഇത്തരത്തിലുള്ള ഒരു നാടകം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ബാലികയുടെ പിതാവ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ കേസിന്റെ ഒരു വഴിത്തിരിവിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവർ മാതാപിതാക്കള് കുറ്റവിമുക്തനാക്കിയ കട്ടപ്പന കോടതി കുറ്റവിമുക്തനാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയിൽ ഏതായാലും അപ്പീലിന് പോകും. അങ്ങനെ ഒരു സാഹചര്യത്തെ പരമാവധി ഒഴിവാക്കുന്നതിനും ഇവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തുകൊണ്ട് കൂടുതൽ പേരെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്താനും ഒക്കെയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. നാടൻ പാട്ടിനായി ഒന്നിച്ചിരിക്കുകയാണ് ഇടുക്കി ഉപ്പുതറയിലെ ഒരു കൂട്ടം കലാകാരന്മാർ. ആനപ്പളം ഈഗിൾസ് എന്ന പേരിൽ കലാസമിതി ഉണ്ടാക്കി പരമ്പരാഗതമായി കൈമാറി വന്ന ഈണത്തെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവർ. 20ഓളം കലാകാരന്മാരാണ് കൂട്ടായ്മയിൽ ഉള്ളത്. നാട് പൊലിയുക നടവഴി പൊലിയുക, നാട് പൊലിയുക നടവഴി പൊലിയുക. കേരളത്തിന്റെ ഓരോ പ്രദേശത്തും കൈമാറി വന്ന നാടൻ പാട്ടുകൾ വ്യത്യസ്തമാണ്. ഓരോ മേഖലയിലും നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥകളും സംസ്കാരവും കാർഷിക രീതികളും കോർത്തിണക്കിയാണ് നാടൻ ശീലുകൾ രൂപപ്പെട്ടിരുന്നത്. മലനാടിന്റെ ആചാരങ്ങളും സംസ്കാരങ്ങളും സമന്വയിപ്പിച്ച നാടൻ വാമൊഴിയിലുള്ള പാട്ടുകളെ പുതുതലമുറയ്ക്കായി അവതരിപ്പിക്കുകയാണ് ആനപ്പളം ഈഗിൾസ്. ഞങ്ങളുടെ അപ്പനപ്പന്മാർ പാടിത്തന്നതും പറഞ്ഞതുമായ ഗാനങ്ങൾ പെറുക്കിയെടുത്ത് ഒരു നാടൻ പാട്ടിൻ്റെ രീതിയിൽ കൊണ്ടുവന്ന് ആനപ്പള്ളം കലാസമിതി സമിതി വീണ്ടും ആളുകളെ കൂട്ടുകയും ഈ അന്യം നിന്ന് പോകുന്ന ഈ നാടൻ കലകളെ വീണ്ടും വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം കൂടിയാണ് ഞങ്ങളുടെ ഈ ഉദ്ദേശം. പുതുതലമുറയിൽ നാടൻ കലാരൂപങ്ങളോട് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുവാനും ഇവർ പദ്ധതിയൊരുക്കുന്നു. കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്ത് നാടൻ കലകളെ കൂടുതൽ സജീവമാക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ന്യൂസ് 18 ഇടുക്കി. ഇനിയൊരു ദ്വീപിന്റെ വിശേഷങ്ങളാണ്. ഹൃദയത്തിന്റെ ആകൃതിയിൽ കർണാടക തീരത്തുള്ള നേത്രാനി ദ്വീപാണ് അത്. സാഹസിക സഞ്ചാരികളുടെയും പ്രകൃതി സ്നേഹികളുടെയും ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് ഇത്. സ്കൂബ ഡ്രൈവിംഗിനും കടലിൽ ബോട്ട് ടൂറിനും ഇവിടെ അവസരമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഹൃദയത്തിന്റെ ആകൃതിയുള്ളൊരു സുന്ദരമായൊരു ദ്വീപുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? എന്നാൽ ഇപ്പോൾ കേട്ടോളൂ, അത് മറ്റെവിടെയുമല്ല, നമ്മുടെ കർണാടകയുടെ അതിമനോഹരമായ തീരപ്രദേശത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന നേത്രാനി ദ്വീപാണ് ആകാശത്ത് നിന്നും നോക്കിയാൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണുന്ന ആ സുന്ദരൻ ദ്വീപ്. കർണാടകയിലെ തീരദേശ പട്ടണമായ മുരുഡേശ്വറിൽ നിന്ന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ അകലെയായിട്ടാണ് ദ്വീപിന്റെ സ്ഥാനം. കണ്ണെന്നർത്ഥമുള്ള നേത്രയും ദ്വീപ് അർത്ഥമാകുന്ന അനി എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് നേത്രാനി എന്ന പേരുരുത്തിരിഞ്ഞത്. പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടം ഇഷ്ടമാകും. പ്രാവദ്വീപെന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട്. നേത്രാനി ദ്വീപിലെ ബജ്രൻബലി ക്ഷേത്രത്തിലും സഞ്ചാരികൾ ദർശനം നടത്താറുണ്ട്. അണ്ടർ വാട്ടർ സാഹസികതയിൽ താല്പര്യമുള്ള സഞ്ചാരികളുടെ പറുദീസ കൂടിയാണ് ഈ ദ്വീപ്. തീർന്നില്ല കേട്ടോ. സ്നോർക്കലിംഗും നേത്രാനി ദ്വീപിൽ ഏർപ്പെടാം. ഊർജ്ജസ്വലമായ പവിഴപ്പുറ്റുകളെ പര്യവേക്ഷണം ചെയ്യാം. വൈവിധ്യമാർന്ന സമുദ്രജീവികളെ കണ്ടുമുട്ടാം. പാറക്കെട്ടുകളുടെയും തീരപ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് ദ്വീപുകൾക്ക് ചുറ്റും ബോട്ട് ടൂറുകൾ നടത്താം. വാട്ടർ ലൈനിന് മുകളിൽ ഫോട്ടോഗ്രാഫിയിലൂടെയും ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. അങ്ങനെ തുടങ്ങി നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ നേത്രാനിക്ക് സാധിക്കും എന്നതിൽ തർക്കമില്ല. ബട്ടർഫ്ലൈ ഫിഷ്, പാരറ്റ് ഫിഷ്, ട്രിഗർ ഫിഷ്, ഈൽ എന്നിവ ഉൾപ്പെടുന്ന അതിശയകരമായ വൈവിധ്യമാർന്ന റീഫ് മത്സ്യങ്ങളുള്ളൊരു പവിഴ ദ്വീപ് കൂടിയാണ് നേത്രാനി. പവിഴ മത്സ്യത്തിൽ ഏകദേശം 89,000 ഇനം ഇവിടെയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നേത്രാനി ദ്വീപിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് കൂടി നോക്കാമല്ലേ? ഐതിഹ്യമനുസരിച്ച് ഈ ദ്വീപ് ഒരു കാലത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി കപ്പൽ കയറുന്ന വ്യാപാരികളുടെ ജനപ്രിയ സ്റ്റോപ്പായിരുന്നത്രേ. നൂറ്റാണ്ടുകളായി ഈ ദ്വീപ് കടൽ വ്യാപാരത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മറ്റൊരു വിശ്വാസം ഈ ദ്വീപ് ദൈവത്തിന്റെ കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ് എന്നതാണ്. ഇത് ഈ നാടിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 5830 രൂപ, പവന് 46,640 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3678 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി